ബിജേട്ടാ നമസ്കാരം. നമസ്കാരം. ഇത്തവണ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അതിൽ പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ബി ജെ പി മൂന്നാം കക്ഷിയല്ല. ബി ജെ പി ഫൈറ്റിംഗ് മോഡിൽ നിൽക്കുന്ന പ്രധാന എതിരാളിയാണ്. അതായത് പല സ്ഥലങ്ങളും സി പി എമ്മും ബി ജെ പിയുമാണ് യഥാർത്ഥത്തിലുള്ള മത്സരം നടക്കുന്നത്. അതായത് താഴെത്തട്ടിൽ ബി ജെ പിക്ക് വളരെയധികം ശക്തി കൂടി വരുന്നു എന്ന് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട്. അത് സത്യവുമാണ്. ഇപ്പോ നമ്മുടെ തിരുവനന്തപുരത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്തവണ ബി ജെ പിയുടെ പല പ്രതിനിധികളും പറഞ്ഞിരിക്കുന്നത് ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള വലിയ മുന്നേറ്റം തിരുവനന്തപുരത്ത് ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ്. പാലക്കാട് സ്വാഭാവികമായിട്ടും ബി ജെ പിയാണ് അവിടെ ഭരിക്കുന്നത്. ഇത്തവണയും പിടിക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരും ഉറ്റുനോക്കുന്നത് തൃശ്ശൂർ കോർപ്പറേഷനുണ്ട്. അപ്പൊ തൃശ്ശൂരിൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ആകാംക്ഷ കൂടെ പല ഭാഗത്തുമുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കുകയാണെങ്കിലും ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഈ പാർട്ടിക്ക് സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഇവർക്കിടയിലെല്ലാം ഉണ്ടെങ്കിലും ആ ആത്മവിശ്വാസം കെടുത്തുന്ന തരത്തിൽ മാധ്യമങ്ങൾ ചില വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. അതിലൊരു വാർത്തയാണ് ഇപ്പോ കാണുന്ന ഒരു ട്രെൻഡിങ് വാർത്തയാണ് ഈ ബി ജെ പി പ്രവർത്തകർ സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ള വാർത്ത. വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബി ജെ പി പ്രചാരണവും ജനങ്ങൾക്കിടയിലുള്ള ഇവരുടെ സമ്പർക്കവും ഈ ഒരു വാർത്ത കൊണ്ട് ഇതിന്റെ ഒരു ശോഭ കെടുത്തി കളയാം എന്ന് മാധ്യമങ്ങൾക്ക് ഒരു അജണ്ട ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം ഒരാൾ മരണപ്പെട്ടു തിരുവനന്തപുരത്ത്, ആത്മഹത്യ ചെയ്തു. ബി ജെ പി സീറ്റ് കൊടുക്കാത്തതിന്റെ പേരിലാണ് മരണപ്പെട്ടത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് അങ്ങനെയല്ല, അതിന് പിന്നിൽ വേറെ പല കഥകളുമുണ്ട് എന്ന് ബി ജെ പിക്കാർ പറയുന്നു. തെളിവ് സഹിതം അവർ പുറത്തു കൊണ്ടുവന്നു. അപ്പൊ ഇന്ന് നെടുമങ്ങാട് ശാലിനി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി സീറ്റ് കിട്ടാത്തതിൽ ആത്മഹത്യാ ശ്രമം നടത്തി എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അതായത് എല്ലാ സ്ഥലത്തും ഈ കൂട്ടത്തോടെയുള്ള, ഞാൻ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്, സീറ്റ് കിട്ടാത്തതിൽ ഇത് ഇവരുടെ ആത്മാർത്ഥത കൊണ്ട് ഇവർ ആത്മഹത്യക്ക് മുതിരുന്നതാണോ അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടോ? എന്താണ് തോന്നുന്നത്? സത്യത്തില് ഈ വാർത്ത കേട്ടപ്പോ എനിക്ക് ഇവരോടൊക്കെ ഒരു സഹതാപമല്ല എനിക്ക് തോന്നുന്നത്. വെറും ഫൂളുകളാണ്, വിട്ടികളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പൊതുപ്രവർത്തനം എന്താണ്? ഒരു പൊതുപ്രവർത്തനം എന്ന് വെച്ചാൽ 95% കല്ലേറ് കൊള്ളാൻ വിധിക്കപ്പെട്ടവരാണ് പൊതുപ്രവർത്തകൻ. പൂച്ചെണ്ട് കിട്ടാറില്ല, മാല കിട്ടാറില്ല. 5% മാത്രമാണ് ആരെങ്കിലും ഒന്ന് നല്ലത് പറയുന്നതും അല്ലെങ്കിൽ ഒരു പൂമാല കിട്ടുന്നതും ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ട 10 ലൈക്ക് കിട്ടുന്നതും. 95 പേരും കുറ്റവേ പറയൂ, ചീത്തയെ വിളിക്കും, സ്വന്തം പാർട്ടിക്കാരും വിളിക്കും. അത് ആ ഒരു നിമിഷത്തിലുണ്ടാകുന്ന വൈകാരികമായി ചിലപ്പം നമ്മുടെയൊക്കെ സീനിയർ നേതാക്കൾ ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ സീനിയർ നേതാക്കൾ വരുമ്പോൾ ചില അണികളൊക്കെ ഭയങ്കര സന്ദർഭങ്ങളൊക്കെ നടക്കുന്നത് വരും, ഭയങ്കര രോഷം കൊള്ളുന്ന നമ്മൾ കാണാറുണ്ട്. കാരണം ആ നേതാവിന് നന്നായി അറിയാം അത് ആ വൈകാരികമായ നിമിഷത്തിൽ അവർക്ക് തോന്നുന്നതാണെന്ന്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഫേസ് ചെയ്ത് മുൻപോട്ട് പോകുന്നവനെയാണ് നമ്മൾ ജനപ്രതിനിധി അല്ലെങ്കിൽ പൊതുപ്രവർത്തകൻ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു തൊട്ടാവാടിയല്ല. ഇവരൊക്കെ നാളെ അധികാരത്തിൽ വന്നാൽ എന്താകും അവസ്ഥ? ആത്മഹത്യയുടെ പെരുമിഴ കേരളത്തിൽ നടക്കില്ല. ഇവരെന്ത് സന്ദേശമാണ് പൊതുജനങ്ങൾക്ക് നൽകുന്നത്? ഈ ആത്മഹത്യ ചെയ്യുന്നവര് ഇവർ മത്സരിക്കാനാണല്ലോ ഇരിക്കുന്നത്. ഇവർ കോർപ്പറേഷനിൽ നാളെ ചിലപ്പോൾ MLA ആയേക്കാം, MP ആയേക്കാം, മന്ത്രി ആയേക്കാം. അപ്പം ഇവരെന്ത് സന്ദേശമാണ് നൽകുന്നത്? അതായത് ചെറിയൊരു കാര്യം വരുമ്പോഴേ ആത്മഹത്യ ചെയ്ത് ജീവിതത്തിൽ നിന്ന് ഓടി ഒളിക്കണമെന്നുള്ള സന്ദേശമാണോ ഈ ജനങ്ങൾക്ക് ഇവർ കൊടുക്കുന്നത്? ജനപ്രതിനിധികളാണല്ലോ, ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നവരാണല്ലോ. അവരെന്ത് സന്ദേശമാണ് നൽകുന്നത്? ഒരു സന്ദേശം വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി, അമിത്ഷാക്ക് പണ്ടേക്ക് ആത്മഹത്യ ചെയ്ത് പോകേണ്ടതല്ലേ? കാരണം സീറ്റ് കിട്ടുന്നല്ലോ. അവരെ ഇത്രയും വിമർശനം ഏറ്റുവാങ്ങി നേതാക്കൾ ഈ രാജ്യത്തുണ്ടോ? അപ്പൊ സീറ്റ് എന്നുള്ളൊരു സീറ്റ് വേണം, ഇല്ല എന്നല്ല. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്ന എല്ലാവരും സീറ്റ് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവർക്കും സീറ്റ് കൊടുക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയില്ല. അത് കോൺഗ്രസ് ആയാലും ഇന്ന് CPM നിന്നൊക്കെ അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടുണ്ട്. ഇപ്പം CPM ആർക്കും കഴിയില്ല. ആകെ 23,000 ചില്ലാനും സീറ്റുകളേ ഉള്ളൂ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാം കൂടെ. അതിനകത്ത് ഇപ്പൊ ഈ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് ഒരു 10-20 ലക്ഷം അംഗങ്ങളുണ്ട്. എല്ലാവർക്കും മത്സരിക്കാൻ തന്നെ ആയിരിക്കുമല്ലോ ആഗ്രഹം. അപ്പൊ അത് കിട്ടാതെ വരുമ്പോ അങ്ങനല്ല. അതിനെ നമ്മൾ കാത്തിരിക്കാം. നമ്മളതിന് കഴിവുള്ളവരാണെങ്കിൽ നമ്മളെ തേടിയത് എത്തുക തന്നെ ചെയ്യും. അത് ജനമാണ് പറയേണ്ടത്. ഇന്നവനെ സ്ഥാനം ഇപ്പൊ നമുക്ക് തന്നെ അറിയാം. പല മണ്ഡലത്തിലും ചെല്ലുമ്പോൾ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് ഇന്ന ആളെ സ്ഥാനാർത്ഥിയാക്കൂ, നല്ലതായിരിക്കും എന്ന്. കാരണം എന്താണ്, അയാൾ മിടുക്കനായതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, അല്ലെ? അങ്ങനെ പറയിക്കണമെങ്കിൽ അയാളുടെ പ്രവർത്തനം അങ്ങനെ ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കൂടുതൽ എനിക്ക് അറിയില്ല. ഇപ്പൊ ഈ മരിച്ചു പോയ വ്യക്തിയെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ല. എനിവേ, എന്തായാലും ഒരിക്കലും അത് ഒരു അദ്ദേഹം ഇനി ഇലക്ഷനിൽ ജയിച്ചിരുന്നെങ്കിൽ അതൊരു വലിയ ദുരന്തമായിരുന്നു ആ വാർഡിന്. കാരണം ഇങ്ങനെ ഒരു നിസ്സാര കാര്യത്തിന് മരിക്കുന്ന ഒരാള് എങ്ങനെയാണ് ഒരു വലിയ വിഷയം ഫേസ് ചെയ്യപ്പെടുക? ഇല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ വലിയൊരു അഴിമതി ആരോപണം ചുമതല ഏറ്റെടുക്കുക? ഇങ്ങനെയല്ലേ ഇത്? ഇങ്ങനെയുള്ളൊരു വ്യക്തി, അദ്ദേഹം വിവാഹിതനാണോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയുള്ളൊരു വ്യക്തി എങ്ങനെയാണ് ഒരു കുടുംബം മുമ്പോട്ട് കൊണ്ടുപോവുക? അല്ലെ? നമ്മുടെ ഒരു കുടുംബനാഥന്റെ ചുമലിലാണ് ഭാര്യയും കുട്ടികളും എല്ലാം വരുന്നത്. മിക്കവാറും നമ്മുടെ കേരളത്തിൽ അങ്ങനെയാണ് കണ്ടുവരുന്നത്.
അപ്പൊ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നല്ല പക്ഷേ ഈ ബി ജെ പിയിലെ ഇപ്പോ മരിച്ചു എന്ന് പറഞ്ഞ ഈ വ്യക്തി ബി ജെ പി പ്രവർത്തകനല്ലായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കേട്ടോ. ഇയാൾ ശിവസേനയുടെ ആളായിരുന്നു. ശിവസേനയിൽ ഇയാൾ അംഗത്വം എടുക്കുന്നതും ശിവസേനയിൽ ഇയാൾ പ്രവർത്തിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഇത് മാത്രമല്ല, വേറെന്തൊക്കെയോ ദുരൂഹതകൾ കൂടെ നിഴലിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ ബി ജെ പി ഇങ്ങനെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ബീഹാറിൽ തന്നെ കണ്ടല്ലോ. ബീഹാറിൽ ഇപ്പൊ ആദിൽ പാലോട് എന്ന് പറയുന്ന റിപ്പോർട്ടർ ടിവിയിൽ ഒരു റിപ്പോർട്ടറുണ്ട്. പുള്ളിക്കാരൻ കോൺഗ്രസ് എന്തുകൊണ്ടാണ് തോറ്റതെന്ന് പുള്ളി എഴുതിയിരുന്നു. അപ്പൊ കോൺഗ്രസ് തോറ്റതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ഇവർ റിപ്പോർട്ട് ചെയ്യാൻ അവിടെ ചെല്ലുമ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് കോൺഗ്രസിന്റെ നേതാക്കളെ അറിയില്ല. അപ്പൊ നേതാക്കളെ അറിയില്ലെങ്കിൽ ഇവർക്ക് PR ഇല്ല, ഇവർക്ക് IT സെല്ലില്ല, ഇവർക്ക് അവിടെ ഏകോപിപ്പിക്കാൻ ആളില്ല, തെണ്ടി തിരിഞ്ഞു എന്നാണ് ഇയാൾ പറയുന്നത്. അതേസമയം ബി ജെ പിയുടെ അടുത്ത് പോയപ്പോഴോ, ബി ജെ പിയുടെ അടുത്ത് ചുമ്മാ ചെന്ന് നിന്നാൽ മതി, കൃത്യമായിട്ടുള്ള ഡാറ്റ അവരെടുത്ത് തരികയാണ്. ഇന്ന മണ്ഡലത്തിൽ ഇന്നയാൾ, ഇന്ന മണ്ഡലത്തിൽ ഇന്നയാൾ, നിങ്ങൾക്ക് അതുവഴി ഇങ്ങനെ പോവാം, ഇതുവഴി ഇങ്ങനെ പോവാം, ഇവിടെ പോയാൽ സ്ഥാനാർത്ഥിയെ കിട്ടും, സ്ഥാനാർത്ഥിക്ക് എപ്പോൾ അങ്ങോട്ട് ചോദിക്കുകയാണ്, എപ്പോൾ നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് സമയം വേണം, എപ്പോൾ ഞങ്ങൾ തരണം, എപ്പോൾ വരട്ടെ, ഇപ്പം ഇന്ന പരിപാടിയുണ്ട്. അപ്പുറത്തെ സ്ഥലത്ത് ഓഫീസ് പോലും തുറക്കാതെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ സമാനമായിട്ടുള്ള രീതിയിൽ കേരളത്തിൽ ഇപ്പോ ഈ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഒരു എണ്ണയിട്ട യന്ത്രം പോലെയാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ബൈറ്റ് കണ്ടു കേട്ടോ രാജീവ് ചന്ദ്രശേഖരന്റെ. അദ്ദേഹം രാജീവ് ചന്ദ്രശേഖരനുണ്ട്, കുമ്മനം രാജശേഖരനുണ്ട്, മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ അവിടെ നിൽപ്പുണ്ട്. അപ്പൊ രാജീവ് ചന്ദ്രശേഖരൻ മാധ്യമങ്ങൾ പറയാൻ പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാനല്ല, ഇദ്ദേഹമാണ് സീനിയർ നേതാവ്, അദ്ദേഹം തുടങ്ങട്ടെ എന്നാണ് പറയുന്നത്. അതൊരു വലിയ സന്ദേശമായിരുന്നു. ഈ കോൺഗ്രസ്സുകാരിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, സുധാകരൻ ചോദിക്കുന്നു, ഞാനല്ലേ സീനിയർ, ഞാൻ തുടങ്ങാം, വേണ്ട വേണ്ട ഞാൻ പറഞ്ഞോളാം എന്ന് പറയുന്നൊരു ബൈറ്റടക്കമാണ് പ്രചരിച്ചത്. അപ്പൊ അതൊരു വലിയ സന്ദേശമാണ്. എത്ര അടിത്തട്ടിൽ മുതൽ മുകൾ വരെ എത്ര ഒരു ഭംഗിയായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഒരു സൂചിമുനയുടെ ഇട പോലും കൊടുക്കുന്നില്ല ഇവരുടെ ഒരു പ്രവർത്തനത്തെ കുറ്റം പറയാൻ. അപ്പൊ അതിനിടയിലാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നത്. ഇത് മാത്രമാണ് ഒരു കരിനിഴലായിട്ട് ഇപ്പൊ വീണിരിക്കുന്നത്. അതാണ് ഞാൻ ഇതൊരു ദുരൂഹതയുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുന്നത്. ഉണ്ട്, തീർച്ചയായിട്ടും ദുരൂഹതയുണ്ട്. കാരണം തിരുവനന്തപുരത്ത് മാത്രമല്ല ഈ വാർത്തകൾ വരുന്നുള്ളൂ. എന്തുകൊണ്ടായിരിക്കും? കഴിഞ്ഞ തവണ ഇത് നമ്മൾ കേട്ടോ ഇങ്ങനെ ഒരു വാർത്ത? ഇതിനു മുമ്പ് BJPക്കെതിരെ വലിയ ആരോപണങ്ങൾ തിരുവനന്തപുരത്ത് ഉയർന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, എന്താണ്, കായ്ഫലമുള്ള മാവിലെ എറിയാൻ പറ്റൂ എന്ന് പറയും. അപ്പം അവിടുന്ന് നമുക്ക് ട്രെൻഡ് BJPയുടെ ഒരു ഡ്രീമെന്നല്ല, അവരുടെ ലക്ഷ്യം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക. ഏതാണ്ട് അവർ അതിന്റെ അടുത്തെത്തിയിരിക്കുകയാണ് എന്നുള്ളത് തിരുവനന്തപുരത്തോടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാകും. CPM പിക്ചറിൽ ഇല്ല അവിടെ, കോൺഗ്രസ് പണ്ടേ ഇല്ലല്ലോ, പിന്നെ അതുകൊണ്ട് നമുക്ക് പിന്നെ അവരെ ഇത് ചെയ്യേണ്ട കാര്യമില്ല. അവിടെ CPM BJP ഫൈറ്റ് തിരുവനന്തപുരത്ത് ശരിക്കും ഉണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയമുണ്ട്. കാരണം BJPയുടെ ഒരു അപ്രമാദിത്വമുണ്ട് അതിനകത്ത്. അതായത് ഈ എന്താണ് പറയുന്നത്, ആ ഒരു വികസന അജണ്ട. എനിക്ക് തോന്നുന്നു ഈ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഇദ്ദേഹത്തിന് ഈ പൊതുജനത്തിനിടയിൽ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. കാരണം ഇദ്ദേഹം മുൻ കേന്ദ്രമന്ത്രി ആയിരുന്നു, പിന്നെ അത്യാവശ്യം ഒരു കാര്യങ്ങൾ നടന്നു. കാരണം അതിന് തോന്നാനുള്ള കാരണം വെച്ചാൽ ഇദ്ദേഹം പിന്നെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നല്ലോ. അപ്പൊ ആ സമയത്ത് ഈ വിഴിഞ്ഞം ഉൾപ്പെടെ ഈ കടലാക്രമണം ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി അന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു. അന്ന് അവിടെ തന്നെ പോയിട്ട് സ്പോട്ടിൽ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ, അന്ന് ഒരുപാട് പേര് നമ്മളടക്കം വാർത്തയൊക്കെ ചെയ്തിരുന്നതിനെ കുറിച്ച്. അപ്പൊ ഇത് ജനങ്ങൾക്ക് ഒരു വലിയ വിശ്വാസ്യത ഉണ്ട് ഈ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച്. അപ്പൊ അദ്ദേഹം തുടക്കം മുതൽ ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് കേട്ടോ. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു ഫുൾ ടൈം പൊളിറ്റീഷ്യൻ അല്ലാത്തത് കൊണ്ടായിരിക്കാം, അദ്ദേഹം തുടക്കത്തിൽ ഈ കേരളത്തിൽ ലാൻഡ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് വികസിത് കേരളം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നും അദ്ദേഹം ആ സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്, വികസിത് കേരളം. ഇതിനിടയിൽ ഒരുപാട് വിഷയങ്ങൾ വന്നു. വിഷയം നമ്മുടെ സാധാരണ പൊളിറ്റീഷ്യന്മാരാണെങ്കിൽ അങ്ങനെയല്ല, ഓരോ ദിവസത്തെ വിഷയത്തിൽ ചർച്ച ചെയ്തു പോകും. പുള്ളി എല്ലാ പ്രസംഗത്തിലെ എല്ലാ പ്രസ് മീറ്റിലായാലും എന്തിലായാലും ഈ വികസിത് കേരളത്തെ ഊന്നിക്കൊണ്ട് മാത്രമാണ് അദ്ദേഹം മുൻപോട്ട് പോകുന്നത്. ഇത് തിരുവനന്തപുരം കണക്ക് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, സർക്കാർ ജീവനക്കാരടക്കമുള്ള ഇടങ്ങളിലെ ആളുകൾ തിങ്ക് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. അതിന്റെ ഒരു റിസൾട്ട് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നമുക്ക് കണ്ണും പൂട്ടി പറയാൻ പറ്റും, തിരുവനന്തപുരം കോർപ്പറേഷൻ ഏതാണ്ട് BJP പിടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് തന്നെ നമുക്ക് ഏകദേശം പറയാൻ പറ്റും. ഇനി അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും, പക്ഷെ അത്ഭുതമൊന്നും സംഭവിക്കാനില്ല അവിടെ. പിന്നെ ഞാനിപ്പോ തിരുവനന്തപുരം ഒരു കാര്യമായിട്ട് നോക്കുന്ന പോലുമില്ല. കാരണം അവിടെ ഏതാണ്ടൊക്കെ ഒരു വിധി എഴുതിയ പോലെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, ഈ ദിവസത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ ഉറ്റുന്നത് തൃശ്ശൂരാണ്. അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ്. തൃശ്ശൂർ മാത്രമല്ല, കൊടുങ്ങല്ലൂർ നഗരസഭയുണ്ട്. കൊടുങ്ങല്ലൂർ നഗരസഭ എന്ന് വെച്ചാൽ വളരെ കാലമായിട്ട് BJP 1-2 സീറ്റിന് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു നഗരസഭയാണ്. 1-2 സീറ്റ് മാറിക്കഴിഞ്ഞാൽ അവർ ഭരിക്കും. പക്ഷെ കഴിഞ്ഞ തവണ അങ്ങനെയായിരുന്നു, 2 സീറ്റിനോ അങ്ങനെയാണ് അവർ പ്രതിപക്ഷത്തിരിക്കുന്നത്. ഇത്തവണ അതിന് മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. മറ്റൊന്ന് തൃശ്ശൂർ കോർപ്പറേഷനാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ BJP പിടിച്ചു കഴിഞ്ഞാൽ, ഒപ്പം തിരുവനന്തപുരം കോർപ്പറേഷനും കൂടെ BJP പിടിച്ചു കഴിഞ്ഞാൽ അതിലുണ്ടാകാൻ പോകുന്ന ഒരു ഇമ്പാക്ട്, പൊളിറ്റിക്കൽ ഇമ്പാക്ട് വളരെ വലുതാണ്. അത് മാത്രവുമല്ല, ഞാൻ ഈ കേരളത്തിൽ ഉടനീളമല്ല
മാധ്യമപ്രവർത്തകരെയും നമ്മുടെ സുഹൃത്തുക്കളെയും ഒക്കെ പല ജില്ലക്കാരുമായി ഞാൻ സംസാരിക്കാറുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ അവരോട് കൂടുതൽ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, അവരെല്ലാം പറയുന്നത് കോൺഗ്രസ് BJP, CPM BJP, പല വാർഡിന്റെയും അവസ്ഥയാണ്, പല പഞ്ചായത്തിന്റെ അവസ്ഥയാണ്. കോൺഗ്രസ് ശക്തമായിട്ട് അവിടെ സെക്കൻഡ് പാർട്ടി, അതായത് അവരുടെ റൈവൽ ഏറ്റുമുട്ടുന്ന ഒരു BJP-യാണ്. മുമ്പ് നമ്മൾ കേട്ടിരുന്നില്ല. BJP-ക്കാരുണ്ട് 3-ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല അവർ നിൽക്കുന്നെന്ന് പറഞ്ഞിടത്ത് നിന്ന് ഇപ്പോൾ നേർക്കുനേർ മുട്ടുന്നു. അതായത് CPM ശക്തമായിടത്ത് അവരുടെ എതിരാളികളായി BJP എത്തുന്നു. ഇന്നലെ ഞാൻ എന്റെ അമ്പലപ്പുഴ നിയോജകമണ്ഡലത്തിന്റെ കാര്യം ഞാൻ ധനുഷോട് സൂചിപ്പിച്ചു. ഞാൻ പോയ 3 പഞ്ചായത്തുകളൊക്കെ ഞാൻ കടന്നു പോയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. എല്ലായിടത്തും കോൺഗ്രസ്, അതിനകത്ത് ഒരു പഞ്ചായത്ത് കോൺഗ്രസ് ശക്തമാണ്, പുറക്കാട് എന്ന് പറയുന്ന പഞ്ചായത്ത്. അവിടെ കോൺഗ്രസ് വേഴ്സസ് BJP ആണ്. ബാക്കിയുള്ള പഞ്ചായത്തുകളിൽ CPM ആണ് സ്ട്രോങ്. അവിടെ CPM വേഴ്സസ് BJP ആണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, BJP ഇത്രയും കാലം മത്സരിച്ചു, തദ്ദേശ തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ട് അവർക്ക് 100 പഞ്ചായത്ത് ഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തവണ ഡെഫിനറ്റ് ആയിട്ട് അവർക്കൊരു 110 to 85 ആ ഒരു പഞ്ചായത്ത് സ്ട്രോങ് ആയിട്ട് ഭരിക്കാൻ കഴിയും. അതായത് ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ, സ്വതന്ത്രന്റെയോ ഇല്ലെങ്കിൽ ആരുടെയും ചാക്കി കയറ്റിയിട്ടോ അല്ലെങ്കിൽ കാലുമാറ്റിയിട്ടോ ഇല്ലാതെ തന്നെ ഭരിക്കാൻ കഴിയുന്ന അവസ്ഥയിൽ കേരളം ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഭയങ്കര മാറ്റമാണ് നടക്കുന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ല, കാരണം നമ്മളെ കണക്ക് ഉള്ളവർക്ക് വെറുതെ പറയേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ BJP-യുടെ മെമ്പറൊന്നുമല്ല. ഈ കായംകുളം ആലപ്പുഴ ജില്ലയിലാണ് ഏറ്റവും വലിയ മാറ്റം നടന്നിരിക്കുന്നത്. കണ്ണൂർ എനിക്കറിയില്ല കറക്റ്റായിട്ട്. പക്ഷെ ആലപ്പുഴ ജില്ല എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ്, പുന്നപ്പുള വയലാറിന്റെ മണ്ണാണ്, VS അച്യുതാനന്ദ തട്ടകമാണ്. ഈ ഒരു മണ്ണിൽ, വിപ്ലവത്തിന്റെ ഈ മണ്ണിൽ ഇപ്പൊ കായംകുളം നഗരസഭ അടക്കം BJP-ക്ക് ഉണ്ടാകുന്ന ബൂമിങ് ഭയങ്കരമാണ്. ഇപ്പം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് BJP ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് തൃശ്ശൂരും ട്രിവാൻഡ്രവുമാണ് എങ്കിൽ പോലും മുനിസിപ്പാലിറ്റികൾ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ്. കോട്ടയത്ത് ഇത്തവണ വലിയ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. പത്തനംതിട്ടയിലായിരിക്കും ഇത്തവണ അവർക്ക് ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇവർക്ക് പത്തനംതിട്ടയില് നമ്മൾ BJP-ക്കാരെ നമ്മൾ ഒരുപാട് കളിയാക്കി. അനിൽ ആന്റണിയൊക്കെ വരുമ്പോൾ നമ്മൾ അനിൽ ആന്റണിയാണ് പത്തനംതിട്ട വരുന്നത്, അറ്റവരാണോ മറിച്ചവരാണോ നമ്മൾ കളി. പക്ഷെ അതല്ല, അവരുടെ കേന്ദ്ര നേതൃത്വം എന്ത് ബുദ്ധിപൂർവ്വമാണ് നീക്കുന്നത് നോക്കിക്കഴിഞ്ഞു. പത്തനംതിട്ട അവരെപ്പോഴാണ് ശ്രദ്ധിക്കാൻ തുടങ്ങി? ശബരിമല പ്രക്ഷോഭത്തിന് ശേഷം അവിടേക്ക് BJP-യുടെ ഏറ്റവും തീപ്പൊരി നേതാവ്, ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കൗപ്പിള്ളർ എന്ന് പറയുന്ന ആളാണല്ലോ K. സുരേന്ദ്രൻ. അദ്ദേഹം അവിടെ മത്സരിക്കാൻ വരുന്നു. ഒറ്റയടിക്ക് പത്തനംതിട്ട ഉഴുതുമറിച്ച് അദ്ദേഹം ഏതാണ്ട് 3 ലക്ഷത്തോളം വോട്ട് അദ്ദേഹം അവിടെ പിടിക്കുന്നു. എനിക്ക് തോന്നുന്നു സുരേന്ദ്രൻ കുറച്ചുകൂടി നേരത്തെ അവിടെ വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു ഇഞ്ചോടിഞ്ച് മത്സരം സുരേന്ദ്രൻ കാഴ്ചവെക്കാൻ കഴിയുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ റാന്നി അടക്കമുള്ള നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ സുരേന്ദ്രൻ രണ്ടാമതിന്റെ തൊട്ടടുത്തുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്താൻ പറ്റി. ആ പത്തനംതിട്ട അതിനുശേഷം പിന്നീട് BJP എന്താ ചെയ്തത്? അവരുടെ ഏറ്റവും പ്രമുഖമായ നാഷണൽ ലീഡർ, ഒരു നാഷണൽ സെക്രട്ടറിയാണ് അനിൽ ആന്റണി എന്ന് നമ്മൾ പറയുമ്പോൾ 2 ആംഗിൾ അദ്ദേഹത്തെ കാണണം. അത് സാധാരണ ഒരു BJP പ്രവർത്തകൻ നോക്കുമ്പോൾ ഒരു AK ആന്റണിയുടെ മകൻ എന്താണ് പറയുന്നത്, BJP പുതിയതായിട്ട് വന്ന ആൾ, അയാൾക്ക് ഈ പത്തനംതിട്ട കൊടുക്കേണ്ട കാര്യമുണ്ടായിരുന്നു എന്ന് ചോദിക്കും. പക്ഷെ BJP സംബന്ധിച്ചതല്ല. BJP ഓരോ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അവരത് നാഷണൽ ആംഗിളിൽ കൂടെ അതിനെ കാണുന്നുണ്ട്. അനിൽ ആന്റണി പത്തനംതിട്ടയിൽ മത്സരിക്കുമ്പോൾ അതിന്റെ പ്രകമ്പനങ്ങൾ ഉണ്ടായത് നോർത്തിലാണ്. കോൺഗ്രസ് പ്രമുഖ നേതാവിന്റെ മകൻ പത്തനംതിട്ടയിൽ മത്സരിക്കുന്നു. അനിൽ ആന്റണി പത്തനംതിട്ടയിൽ മത്സരിച്ചപ്പോഴത്തേനും ഏവരും കരുതിയത് സുരേന്ദ്രൻ പിടിച്ച വോട്ടിനേക്കാൾ വളരെ താഴെ പോകും, ഏതാണ്ട് 1 ലക്ഷം വോട്ട് വല്ല പിടിക്കൂ എന്നൊക്കെയാണ് കരുതിയത്. പക്ഷെ അങ്ങനെയല്ല. കാരണം അനിൽ ആന്റണി പിടിച്ച വോട്ടും സുരേന്ദ്രൻ പിടിച്ച വോട്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എങ്കിൽ പോലും വോട്ടിനൊരു സ്റ്റെബിലിറ്റി വന്നു തുടങ്ങി. വലിയ വ്യത്യാസം വന്നിട്ടില്ല. അനിൽ ആന്റണി നമുക്കറിയാം പുതിയൊരു ചെറുപ്പക്കാരനാണ്. വലിയ സമയങ്ങളൊന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. എന്നാൽ പാർട്ടിക്കകത്ത് PCA പോലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് പോലും അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമുണ്ട്. നരേന്ദ്രമോദി വന്ന സ്ഥലം എവിടെയാണ്? പത്തനംതിട്ടയാണ്, അനിൽ ആന്റണിക്ക് വേണ്ടിയിട്ട്. അപ്പൊ പത്തനംതിട്ട BJP എന്തുമാത്രം ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ പത്തനംതിട്ട ചാർജ് ഏൽപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? ദീർഘകാലം നാഷണൽ ലെവലിൽ വർക്ക് ചെയ്തിട്ടുള്ള അനൂപ് ആന്റണിയാണ് ഏൽപ്പിച്ചിരിക്കുന്നവര്. അനൂപ് ആന്റണി സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ തിരുവല്ല എന്ന് പറഞ്ഞ് BJP സംബന്ധിച്ച് കൈവെള്ള നിൽക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ്. ഇവർക്കത് പിടിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയൊരു വാനികറ മലയാണെന്ന് ഞാൻ നോക്കുക. അതിനൊരു പ്രധാന തടസ്സമായി നിൽക്കുന്നത് ക്രിസ്തീയ വോട്ടുകൾ തന്നെയാണ്. ആ ക്രിസ്തീയ വോട്ടുകളിൽ തന്നെ ഒരു ചെറിയ ഷിഫ്റ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ തിരുവല്ല നഗരസഭ ഒരുപക്ഷെ ഭരിക്കുകയോ ഇല്ലെങ്കിൽ ഭരിക്കും എന്ന് ഞാൻ പറയുന്നില്ല, പ്രതിപക്ഷത്തെത്താനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ റാന്നി, അടൂര്, ഇതിലെല്ലാം വലിയ മൂവ്മെന്റ് നടത്താൻ അവർക്ക് കഴിയും. അതുപോലെ തന്നെയാണ് കോട്ടയത്ത് ഷോണിനാണ് പാലയുടെ ചാർജ് കൊടുത്തിരിക്കുന്നത്. പാലയിൽ അവർക്ക് തോന്നുന്നു പല മുനിസിപ്പാലിറ്റി 2-3 BJP-യുടെ MLC-മാർ കൗൺസിലർമാരുണ്ട്. അപ്പം
അവരുടെ എണ്ണം കൂട്ടാൻ കഴിഞ്ഞാൽ പോലും ആ മേഖലയിൽ ഒരു വലിയ മുന്നേറ്റം നടത്താൻ അവർക്ക് കഴിയും. ഇങ്ങനെയുള്ള ഒരുപാട് മേഖലകളുണ്ട്. ഞാൻ ഇപ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പിന് ശ്രദ്ധിക്കുന്ന ചില ജില്ലകളൊന്നും ആലപ്പുഴയാണ്. ആലപ്പുഴയുടെ രാഷ്ട്രീയ മാറ്റം എങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നു. ഒപ്പം തന്നെ ആലപ്പുഴയെ പോലെ തന്നെ ഇടത് ചേരിയിൽ നിൽക്കുകയും ദേശീയ തലത്തിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന പത്തനംതിട്ട മനസ്സ് എങ്ങോട്ടാണെന്ന് അറിയാനും എനിക്ക് ആഗ്രഹമുണ്ട്. തിരുവനന്തപുരത്തിന്റെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല, കാരണം അത് BJPക്ക് ഏതാണ്ടൊരു ഈസി വാക്ക് ഓവർ പോലെ ആയിരിക്കും. തൃശ്ശൂർ ആഗ്രഹമുണ്ട്, കാരണം മറ്റൊന്നുമല്ല, സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു ഒറ്റയാന് പൊതിഞ്ഞു നിന്നുകൊണ്ട് അദ്ദേഹത്തെ നിരന്തരം കല്ലെറിയുകയും അവഹേളിക്കുകയൊക്കെയാണല്ലോ ഈ മാധ്യമങ്ങൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. സുരേഷ് ഗോപി തൃശ്ശൂർ എന്താണെന്നുള്ളതും എങ്ങനെയാണ് ആ ജനം സുരേഷ് ഗോപി സ്വീകരിക്കുന്നുള്ളതും ഒക്കെ. ഏതായാലും വലിയൊരു ചേഞ്ച് കേരളത്തിൽ നടന്നിരിക്കുന്നു. BJP എന്ന് പറയുന്നത് മുഖ്യധാരയിലേക്ക് എത്തിയിരിക്കുന്നു കേരള പൊളിറ്റിക്സിൽ എന്നുള്ളതാണ് നമുക്ക് സംഗ്രഹിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം.